പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. യേശുവിൽ സ്നേഹിക്കപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധാത്മാവിൻ്റെ ആകർഷണത്താല്, പിതാവായ ദൈവത്തിന്റെ പ്രത്യേകം ക്ഷണനം സ്വീകരിച്ച് നമ്മൾ തിരുവചനം കേൾക്കാനായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരുവചനം കേൾക്കുവാനായിട്ട് ദൈവം നൽകിയിരിക്കുന്ന ടെലിവിഷൻ മിനിസ്ട്രിക്ക് വേണ്ടി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇതിന്റെ പിന്നിൽ പണിയെടുക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ശുശ്രൂഷകർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ ദൈവം കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മാവിന്റെ ദിവ്യജ്ഞാനം കൊണ്ടും നല്ല ആരോഗ്യ സുസ്ഥിതി കൊണ്ടും അവരെ നിറയ്ക്കട്ടെ. അവരുടെ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെ വചനങ്ങൾ. ദൈവവചനം ശ്രവിക്കുവാൻ ജനങ്ങൾ അവന് ചുറ്റും ഒരുമിച്ചുകൂടി. അവൻ ജനസ്വേറത്ത് തടാകത്തിന്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. 2 വള്ളങ്ങൾ കരയോട് അടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ശിമിയോന്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന്. യേശു അതിൽ കയറി കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കുവാൻ അവനോട് യേശു ആവശ്യപ്പെട്ടു. അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമിയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ശിമിയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറി തുടങ്ങി. അവർ മറ്റേ വെള്ളത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു. ശിമയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിന്റെ കാൽക്കൽ വീണ്, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ എന്ന് പറഞ്ഞു. ഞാൻ പാപിയാണ്, എന്നിൽ നിന്ന് അകന്നു പോകണമേ എന്ന് പറഞ്ഞു. എന്നാൽ തങ്ങൾക്ക് കിട്ടിയ മീനിന്റെ പെരുപ്പത്തെ പറ്റി ശിമയോനും കൂടെ ഉണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു. അതുപോലെ തന്നെ അവന്റെ പങ്കുകാരായ സബദീപുത്രന്മാർ യാക്കോബും യോഹന്നാനും വിസ്മയിച്ചു. യേശു ശിമയോനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവരാകും. വള്ളങ്ങൾ കരയ്ക്കടുപ്പിച്ചതിനു ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. ദൈവവചനമാണ് നാം കേട്ടത്. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെ തിരുവചനങ്ങൾ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ദൈവവചനം ശ്രവിക്കുവാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി. സുവിശേഷം ആയിട്ട് പരിചയമുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം, യേശു എവിടെ ചെന്നാലും ധാരാളം ജനങ്ങൾ യേശുവിന്റെ മുമ്പിൽ ഓടിക്കൂടുമായിരുന്നു തിരുവചനം കേൾക്കുവാൻ. അതേ സമയം വചനപ്രഘോഷണത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും ശക്തിയും അവരിലേക്ക് കടന്നു വരുന്നുണ്ടായിരുന്നു. രോഗികളെ സുഖപ്പെടുത്തുന്ന കർത്താവിന്റെ ആത്മാവ് എപ്പോഴും യേശുവിന്റെ വചനപ്രഘോഷണത്തോടൊപ്പം പ്രവർത്തന നിരതമായിരുന്നു. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന നിത്യ തിരുവചനം ലോകമെമ്പാടുമുള്ള ദുഃഖിതരെയും ഭാരം വഹിക്കുന്നവരെയും എന്നും യേശുവിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനസ്വേറത്ത് തടാകത്തിന്റെ തീരത്തേച്ച് നിൽക്കുമ്പോൾ ആ വിവരമറിഞ്ഞ് ധാരാളം ജനങ്ങൾ അവിടെ തിങ്ങിക്കൂടി. യേശു ഈ ലോകത്തിലേക്ക് വന്നത് തെറ്റായ അറിവുകൾ നീക്കിക്കളഞ്ഞ് നിത്യസത്യങ്ങൾ പഠിപ്പിക്കാനാണ്. അതിനാൽ യേശു അവരെ പഠിപ്പിക്കാനായിട്ട് ഒരുങ്ങുകയാണ്.
2 വള്ളങ്ങള് ആ തടാക തീരത്തുണ്ടായിരുന്നു. അവയിൽ ഒന്ന് ശിമിയോന്റേതായിരുന്നു. യേശു അതിൽ കയറിയിരുന്നു. വള്ളം അല്പം കൂടെ തടാകത്തിലേക്ക് നീക്കിയിടാൻ പറഞ്ഞു. അവിടെ ഇരുന്നു കൊണ്ട് യേശു അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. യേശുവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന എല്ലാവരും പ്രധാനമായിട്ട് ഒരു കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ സ്വരം കേൾക്കുവാൻ, നിത്യസത്യങ്ങൾ വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ. ഒരുപക്ഷെ നമുക്ക് പല തകർച്ചകളും കാണും. എന്തുകൊണ്ടാണ് ഈ തകർച്ചകൾ ഉണ്ടായത്? ഒരു പൂർവിക കാരണങ്ങൾ കാണാം. ഒരുപക്ഷെ പാപത്തകർച്ചയിലൂടെ നമ്മള് ദൈവകൽപ്പന ലംഘിച്ച് നടന്നൊരു കാലം ഉണ്ടായിരിക്കാം. അതിന്റെ പരിണിതഫലമായ തകർച്ചയായിരിക്കാം. ഒരുപക്ഷെ ദൈവത്തിന് ഈ തകർച്ച കൊണ്ട് ഒരു പുതിയ വെളിപ്പെടുത്തൽ നൽകാൻ, ഒരു നിത്യസത്യങ്ങൾ പുതിയതായിട്ട് മനസ്സിലാക്കി തരാൻ, ഒരു ദൈവ ശുശ്രൂഷകനാക്കി മാറ്റുവാൻ ദൈവത്തിന് ഉദ്ദേശം കാണും. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ഒരു മനോഭാവമാണ്, ഒരു തീവ്രമായ ആഗ്രഹമാണ്, കർത്താവേ എന്നോട് സംസാരിക്കണമേ. കർത്താവേ അരുളി ചെയ്താലും ദാസനിതാ ശ്രമിക്കുന്നു. സാമുവേലിന്റെ 1-ാം പുസ്തകം 3-ാം അധ്യായം 10-ാം തിരുവചനം. ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവവചനം വെളിപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തില് 10:27 ഈശോ അരുളി ചെയ്യുന്നു, എന്റെ ആടുകൾ എന്റെ സ്വരം ശ്രവിക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു. നമ്മൾ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ നമ്മൾ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ദൈവവചനം കേൾക്കാൻ നാം ഇപ്പോൾ തിരുസന്നിധിയിലായിരിക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ യേശു നമ്മുടെ ഇടയനാണ്, കർത്താവാണ്, രക്ഷകനാണ്, നാഥനാണ്, ദൈവമാണ് എങ്കിൽ ആ തിരുസന്നിധിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, അങ്ങേ അരുളപ്പാടുകൾ എനിക്ക് നൽകണമേ. ദൈവമേ, എന്നോട് സംസാരിക്കണമേ. യേശുവേ, അങ്ങയുടെ ദിവ്യസ്വരം ഞാൻ ശ്രവിക്കട്ടെ. ബൈബിളിലെ തിരുവചനങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ദൈവവചനം പങ്കുവെക്കുമ്പോൾ അനേക വർഷങ്ങളായിട്ട് ഞങ്ങൾക്കുള്ള ഒരു അനുഭവമാണ്. ഇന്ന് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ഉള്ളൊരു അനുഭവമാണ്. നാനാജാതി മതസ്ഥർക്കുള്ള അനുഭവമാണ്. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പിതാവായ ദൈവം കേൾവിക്കാരുടെ മേലും പ്രസംഗിക്കുന്നവരുടെ മേലും പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നു. രോഗശാന്തികൾ സംഭവിക്കുന്നു, ആന്തരിക സൗഖ്യം സംഭവിക്കുന്നു, തിന്മയുടെ ബന്ധനങ്ങൾ വിട്ടുമാറുന്നു. എനിക്കിപ്പോൾ അനുഭവപ്പെടുന്ന ഒരു സന്ദേശം ഇതാണ്: മുൻകോപം, എടുത്തുചാട്ട സ്വഭാവം, ചാടിക്കടിക്കുന്ന സ്വഭാവം, മറ്റുള്ളവരുടെ മേൽ കയർക്കുന്ന സ്വഭാവം, നിയന്ത്രണമില്ലാത്ത കോപം, ഇതെല്ലാം ഉള്ള അനേകം പേരുടെ ബന്ധനങ്ങൾ പരിശുദ്ധാത്മാവ് നീക്കിക്കളയുന്നു. ശാന്ത സ്വഭാവം നൽകുന്നു. കോപിച്ചിരുന്ന പഴയ സാഹചര്യങ്ങൾ വന്നാലും കോപിക്കാൻ സാധിക്കുകയില്ല. ദൈവം തന്റെ സ്പർശനം നൽകി ശാന്ത സ്വഭാവം നൽകി. ഈശോ നമ്മളെ പഠിപ്പിച്ചുവല്ലോ, ഞാൻ ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനാകുന്നു, എന്നിലും നിങ്ങൾ പഠിക്കുവിൻ എന്ന വചനം ഏറ്റു പറയുമ്പോൾ തന്നെ നമുക്ക് ശാന്ത സ്വഭാവത്തിന്റെ അഭിഷേകം നൽകുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്, പദ്ധതിയുണ്ട്, അവിടുന്ന് തരുന്നുണ്ട്. മോശ ഒരു മുൻകോപിയായിരുന്നു. ഈജിപ്തിലെ ഫറവോ രാജാവിന്റെ വീട്ടിലെ അരമനയില് ഫറവോയുടെ മകളുടെ പുത്രനായി വളർന്നു വന്ന, എന്നാൽ യഹൂദ സമുദായത്തിലെ ആളായിരുന്നു. 2 മനുഷ്യർ തമ്മിൽ വഴക്കൂടുന്ന ഒരിക്കൽ അദ്ദേഹം കണ്ടു. ഒന്ന് ഇസ്രായേൽക്കാരനും ഒന്ന് ഈജിപ്തുകാരനും. മുൻകോപിയായ മോശ താൻ തെരഞ്ഞെടുക്കപ്പെട്ട വംശത്തിലെ ഇസ്രായേൽ വംശത്തിലെ അംഗമാണെന്ന് അറിയാവുന്ന മോശ ഈജിപ്തുകാരനെതിരായിട്ട് തിരിഞ്ഞു. ഈജിപ്തുകാരനെ അടിച്ചു. അവൻ മരിച്ചു വീണു. അവനെ പെട്ടെന്ന് സംസ്കരിച്ചു. മറ്റാരും ഇത് അറിഞ്ഞില്ല എന്ന മട്ടിൽ ഇരുന്നു. പിറ്റേ ദിവസം 2 ഇസ്രായേൽക്കാർ തമ്മിൽ കലഹിച്ചപ്പോൾ സമാധാനം സ്ഥാപിക്കാൻ മോശ ചെന്നു. ഇവൻ പറഞ്ഞു, ഇന്നലെ നീ ചെയ്ത കാര്യം ആരും അറിഞ്ഞില്ലെന്ന് നീ വിചാരിക്കേണ്ട.
ആ സംഭവം പുറത്തു പോയെന്നറിഞ്ഞ മോശ അരമന വിട്ടോടിപ്പോയി, മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. 40 വർഷം മരുഭൂമിയില് കഷ്ടതയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ സമയത്തില് സീനാ മരുഭൂമിയിൽ വെച്ച് മോശയെ കർത്താവ് വിളിക്കുന്ന സമയത്ത് മോശ ആത്മീയമായി രൂപാന്തരപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. സംഖ്യയുടെ പുസ്തകത്തില് 12-ാം അധ്യായത്തില് ഇങ്ങനെ പറയുന്നു, ഭൂമുഖത്തുള്ള സകല മനുഷ്യരെക്കാളും ശാന്തതയുള്ളവനായിരുന്നു മോശ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകുവാൻ, ആത്മീയ സ്പർശനം നൽകുവാൻ, ആന്തരിക സൗഖ്യം നൽകുവാൻ നമ്മളെ ദൈവം ദൈവവചനത്തിന് മുമ്പിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ആ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സ്വഭാവത്തില് മാറ്റം വരുത്തുവാൻ, ജീവിതത്തില് പരിവർത്തനം വരുത്തുവാൻ, ആത്മീയ രൂപാന്തരീകരണം വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. അത് അവിടുന്ന് നൽകിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ജീവിതത്തില് നമുക്ക് ഭൗതികമായ ആവശ്യങ്ങളുണ്ട്. കുടുംബ ജീവിതത്തിൽ അത്യാവശ്യമായ പണം വേണം, സമ്പത്ത് വേണം, വരുമാനം വേണം. ഇതാ ശിമയോൻ പത്രോസും സബദിയുടെ പുത്രന്മാരായ യാക്കോബും യോഹന്നാനും രാത്രി മുഴുവൻ മീൻ പിടിക്കാൻ ശ്രമിച്ചിട്ട് അവർക്ക് ഒന്നും കിട്ടിയില്ല. ആകെ നിരാശപ്പെട്ട് വിഷമിച്ച് അവര് വള്ളം കരയിൽ അടുപ്പിച്ച് വലയെല്ലാം കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈശോ ശിമയോന്റെ വള്ളത്തിൽ കയറിയിരുന്ന് അത് അല്പം അതിലേക്ക് മാറ്റിയിട്ട് അതിലിരുന്ന് നിത്യസത്യങ്ങൾ, ദൈവത്തിന്റെ അനന്ത സ്നേഹത്തെയും കരുണയെയും നന്മയെയും കുറിച്ചുള്ള കാര്യങ്ങൾ, ദൈവം പാപം ക്ഷമിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ദൈവം നൽകുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിത്യജീവന്റെ രഹസ്യങ്ങൾ യേശു അവർക്ക് പ്രബോധനമായി നൽകിക്കൊണ്ടിരിക്കുക. ഇനി താൻ പഠിപ്പിച്ച കാര്യങ്ങള് ദൈവത്തിൻ്റെതാണെന്ന് ലോകത്തിന് മനസ്സിലാകത്തക്ക രീതിയിൽ അത്ഭുതങ്ങൾ കൊണ്ട് യേശു തന്റെ പ്രബോധനം സ്ഥിരപ്പെടുത്തുവാനും ഉറപ്പിക്കുവാനും പോവുകയാണ്. എന്താണ് യേശു ചെയ്യുന്നത്? യേശു തന്റെ പ്രബോധനം അവസാനിപ്പിച്ചിട്ട് പത്രോസിനോട് പറഞ്ഞു, ഈ മീൻ പിടിക്കാനായിട്ട് വല ആഴത്തിലേക്ക് നീക്കി വീശുക. പത്രോസ് പറഞ്ഞു, രാത്രി മുഴുവനും ഞങ്ങൾ വല വീശിയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. എങ്കിലും നിന്റെ വാക്ക് പ്രമാണിച്ച് ഞങ്ങൾ ചെയ്യാം. നമുക്കെല്ലാവർക്കും പ്രബോധനമാകുന്ന ഒരു ഉത്തമ മാതൃകയാണ് ഇപ്പോൾ ശിമയോൻ പത്രോസിലൂടെ നമുക്ക് ലഭിക്കുക. നമ്മുടെ കണക്കുകൂട്ടലുകളെല്ലാം പാളിപ്പോയാലും നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ കഷ്ടതയിൽ നമ്മെ സഹായിക്കാൻ സമയം കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവിടെ നമ്മിൽ നിന്ന് അകലെയല്ല, അവിടെ നമ്മുടെ ഉള്ളിലുണ്ട്, അവിടെ നമ്മുടെ തൊട്ടടുത്തുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ശിമയോൻ പത്രോസ് വള്ളം കുറച്ചുകൂടെ തടാകത്തിലേക്ക് നീക്കി മീൻ പിടിക്കാനായിട്ട് വല ആഴത്തിലേക്ക് എറിഞ്ഞു. വല നിറച്ച് മീൻ കിട്ടി. ആ വല കീറും പോകുമാറും മീൻ കിട്ടി. അവരടുത്ത വള്ളത്തിലുണ്ടായിരുന്നവരെ ആംഗ്യം കാണിച്ച് വിളിച്ചു. അവരും വന്നു. 2 വള്ളവും നിറയുമാറ് മത്സ്യം കിട്ടി. ഒരു വലിയ അത്ഭുതം. ആ അത്ഭുതത്തിന്റെ മുമ്പില് പത്രോസ് ആകെപ്പാടെ അന്തിച്ചുപോയി. പത്രോസ് പറഞ്ഞു, കർത്താവിന്റെ കാൽക്കൽ വീണു, ഞാൻ പാപിയായ മനുഷ്യനാണ്. ഞാൻ ഒരുപാട് ദൈവത്തെ പോലും കുറ്റം വിധിച്ചു. ഇന്നലെ രാത്രിയില് ഞാൻ എല്ലാവരെയും പഴിച്ചു. ഞാൻ ആകെപ്പാടെ തിന്മ ചെയ്തു. ഞാൻ നിരാശയ്ക്ക് അടിമപ്പെട്ടു. ഞാൻ പാപിയായ മനുഷ്യനാണ്. കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ. ഈശോ എന്താണ് പറഞ്ഞത്? ഈശോ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതൊരു പുതിയ തുടക്കത്തിനു വേണ്ടിയുള്ള ആരംഭമാണ്. ഈ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നത് ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങള് ഇനി മുതൽ മനുഷ്യരെ പിടിക്കുന്നവരാകും. പാപികളുടെ മാനസാന്തരം, ദുഃഖിതരുടെയും ബന്ധിതരുടെയും വിമോചനം, സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കുക, സ്നേഹശൂന്യതയുള്ളിടത്ത് സ്നേഹത്തിന്റെ വചനങ്ങൾ പറഞ്ഞു കൊടുക്കുക, നിത്യരക്ഷയുടെ വചനങ്ങൾ പറഞ്ഞു കൊടുക്കുക, പാപികളെ മാനസാന്തരത്തിലേക്ക് വിളിക്കുക, അവരെ നേടിയെടുക്കുക ദൈവരാജ്യത്തിനു വേണ്ടി.
അതിനുവേണ്ടി നിങ്ങളെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഈ മഹാത്ഭുതത്തിന്റെ മുമ്പില് ഇതൊരു വലിയൊരു ദൈവാനുഭവമായിരുന്നു. അവർ തീരുമാനമെടുത്തു. അവർ യേശുവിന്റെ പിന്നാലെ പോയി. അവർ വള്ളം ഉപേക്ഷിച്ചു, വലയുപേക്ഷിച്ചു. അവർക്കൊരു പുതിയ കണ്ടെത്തൽ, ഒരു പുതിയ ജീവിത ലക്ഷ്യം, ഒരു തീരുമാനമെടുക്കാനായിട്ട് അവർക്ക് കഴിവ് കിട്ടി, അവർക്ക് കൃപ കിട്ടി. എപ്പോഴാണ് കിട്ടിയത്? ഒന്ന്, യേശുവിന്റെ പ്രബോധനം അവർ കേട്ടു. അതിനാൽ പ്രിയപ്പെട്ടവരെ, ദൈവവചനം കേൾക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ദൈവവചനം കേൾക്കുവാൻ ശ്രമിക്കുവാൻ നാം ഒരുങ്ങുന്നതിന് മുമ്പ് തന്നെ നാം ദാഹത്തോടെ പ്രാർത്ഥിച്ചിരിക്കണം. ദൈവമേ, പ്രസംഗിക്കുന്നയാളെയും കേൾക്കുന്ന ഏവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറവ് കൊടുക്കണമേ. ഞങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യം പ്രസംഗിക്കുവാൻ അവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങൾക്കും ഇതുപോലെ വചനം കേൾക്കുന്ന അനേകായിരങ്ങൾക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും സ്പർശനവും കൊടുക്കണമേ. അങ്ങനെ നമ്മൾ വചനം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അനേകർക്ക് വേണ്ടി, അനേകായിരങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്താനും, അനേകായിരങ്ങൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും ശക്തിയും നേടിക്കൊടുക്കുവാനും, അനേകായിരങ്ങളെ ഈ വചനം കേൾക്കുവാൻ ഒരുങ്ങുമ്പോൾ തന്നെ, വചനം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അങ്ങനെയുള്ള മധ്യസ്ഥ പ്രാർത്ഥന അർപ്പിക്കുവാൻ സാധിക്കും. അപ്പോൾ എല്ലാ ദിവസവും തന്നെ ടെലിവിഷന് മുമ്പിലിരുന്ന് വചനം കേൾക്കുന്ന നമുക്ക് ഒരു പ്രത്യേക ദൗത്യം കൂടെ കർത്താവ് ഏൽപ്പിക്കുകയാണ്. ഇതുപോലെ വചനം കേൾക്കുന്ന അനേകായിരങ്ങൾക്ക് വേണ്ടി മുൻകൂട്ടി പ്രാർത്ഥിക്കുക, വചന പ്രഘോഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരിക്കലും വചനം കേൾക്കാൻ ഭാഗ്യം കിട്ടാത്ത അനേകായിരങ്ങൾക്ക് വേണ്ടി, അനേക ലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന വഴിയും യേശുവിന്റെ നാമത്തിന്റെ വിളിച്ചപേക്ഷ വഴിയും ചുറ്റുമുള്ള ലോകത്തിലേക്ക് ദൈവ സാന്നിധ്യവും ദൈവശക്തിയും രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും വിശ്വാസത്തിന്റെ ദാനവും എത്തിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ, പ്രത്യാശാ നിർഭരമായ ഒരു കാര്യമാണ്. എല്ലാവരും കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16-17 വചനങ്ങളില് നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: സായാഹ്നമായപ്പോൾ അനേകം പിശാചു ബാധിതരെ അവർ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഈ വചനം പറയുവാൻ പലപ്പോഴും ഞാൻ ഇഷ്ടപ്പെട്ടില്ല, അനേകം പിശാചു ബാധിതരെ എന്ന് പറയുവാൻ. കാരണം അങ്ങനെ ഒരു പിശാചു ബാധയുണ്ടോ എന്നൊരു ചിന്ത എന്റെ തലയിൽ ഇങ്ങനെ വന്നിരുന്നു. എന്നാൽ എന്താണ് പൈശാചിക ബാധ, പൈശാചിക പീഡ എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കുക, പലപ്പോഴും ദുഃഖത്തിന് അടിമയാകുക, ആവർത്തിച്ച് ദുഃഖിച്ച് സമയം കളയുക, പ്രാർത്ഥിക്കാനിരിക്കുമ്പോള്, ഒറ്റയ്ക്കിരിക്കുമ്പോള് ആകുലതയ്ക്ക് അടിമപ്പെടുക, നിരാശയ്ക്ക് അടിമപ്പെടുക, ആത്മഹത്യാ ചിന്ത വരിക, അപകർഷതയുടെ ചിന്തകൾ വരിക, സമാധാനം കളയുക. ഒരു കാര്യവുമില്ല. ഇന്ന് ചിന്തിച്ച ദുഃഖത്തിന്റെ ചിന്തകൾ തന്നെ നാളെയും മറ്റന്നാളും എല്ലാ ദിവസവും അനേകം മണിക്കൂറുകൾ ഇതിനു വേണ്ടി കളയുന്നു. ഒരു പ്രയോജനവുമില്ല. മനസ്സിന്റെ ദുഃഖത്തിന് അടിമയായി ശാരീരികമായി പോലും നമ്മൾ രോഗികളായി മാറുന്നു. ആരാണ് ഈ ദുഃഖ ചിന്തകൾ നമ്മിൽ കുത്തിവെക്കുക, ഓർപ്പിച്ചു തരിക? ആരാണ് നിരാശയുടെ ചിന്തകൾ നമ്മുടെ മനസ്സിൽ കുത്തിവെക്കുക, ഓർപ്പിച്ചു തരിക? ആരാണ് നമ്മുടെ ഉള്ളിൽ പറയുന്നത്, നീ ജനിക്കാതിരുന്നാൽ മതിയായിരുന്നു, നീ മരിച്ചാലും വേണ്ടുകയില്ല, ആത്മഹത്യക്ക് നിന്നെ ഒരുക്കുന്നത് ആരാണ്? യോഹന്നാന്റെ 10:10 ഈശോ പറയുന്നു, കള്ളൻ വരുന്നത് കൊല്ലാനും നശിപ്പിക്കാനും മോഷ്ടിക്കുവാനുമാണ്. നമ്മുടെ സമാധാനം കളയുന്നത് ദുഷ്ടാത്മാവാണ്. ദുഷ്ടാത്മാ നുണവചനങ്ങൾ നമ്മുടെ മനസ്സിൽ കുത്തിവെച്ച് നമ്മിൽ ദുഃഖം നിറയ്ക്കുന്നു. അങ്ങനെ ദുഃഖം നിറച്ച് ശാരീരിക രോഗികളായി നമ്മൾ മാറുന്നു. അതിനാൽ ക്രിസ്തീയ വിശ്വാസികളായ നമ്മള് ഇപ്രകാരം വിശ്വാസ പ്രഖ്യാപനം നടത്തണം. ഇപ്പോഴുള്ള പ്രശ്നത്തിന്റെ 10,000 മടങ്ങ് പ്രശ്നം വന്നാലും ഞാൻ ദുഃഖിക്കുകയില്ല, ഞാൻ ദൈവത്തെ സ്തുതിക്കും, ഞാൻ പ്രത്യാശിക്കും, ഇതുപോലെ ദുഃഖമുള്ള അനേകായിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവർക്കും പരിശുദ്ധാത്മാവിനെ കിട്ടുവാൻ ഞാൻ പ്രാർത്ഥിക്കും എന്ന വിശ്വാസ പ്രഖ്യാപനം, മധ്യസ്ഥ പ്രാർത്ഥനയുടെ തീരുമാനം നാം വാ തുറന്ന് ഏറ്റു പറയുമ്പോൾ ദുഃഖ പിശാച് നമ്മളെ വിട്ടുപോകും, നിരാശയുടെ പിശാച് നമ്മളെ വിട്ടുപോകും, ആകുലതയുടെ പിശാച് നമ്മളെ വിട്ടുപോകും, വെറുപ്പിന്റെ പിശാച് നമ്മളെ വിട്ടുപോകും. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ,
ഒരുപക്ഷെ നമ്മൾ കിടപ്പ് രോഗികളായിരിക്കാം, ഒരുപക്ഷെ വർഷങ്ങളായിട്ടുള്ള രോഗപീഠ നമുക്ക് കാണും, സാമ്പത്തിക തകർച്ച നമ്മൾ കാണും. ഒരു കാര്യം ഓർക്കണം, കൊളോസുകാർക്ക് എഴുതിയ ലേഖനം 1:24 പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തുവിന്റെ പീഡകളിൽ കുറവുള്ളത് എന്റെ ശരീരത്തിൽ ഞാൻ വഹിക്കുന്നു. ലോകരക്ഷയ്ക്ക് വേണ്ടി യേശുവിന്റെ കുരിശുമരണത്തോട് ചേർന്ന് പീഡ സഹിക്കുവാനുള്ള വിളിയാണ് നമുക്ക് ഇപ്പോൾ നൽകപ്പെട്ടതെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ പറയുക, എന്റെ ഇപ്പോഴത്തെ സഹനം, മരണം വരെയുള്ള സഹനം, എന്റെ ഇപ്പോഴത്തെ അധ്വാനം, മരണം വരെയുള്ള അധ്വാനം യേശുവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് കോടാനുകോടി പാപികൾക്ക് വേണ്ടി ഞാൻ കാഴ്ചവെക്കുന്നു. അവർ മാനസാന്തരപ്പെട്ട് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് ദൈവമക്കളാകാൻ, യേശുവിന്റെ പ്രേക്ഷിതരാകാൻ എന്റെ ചെറുതും വലുതുമായ സഹനം, മരണം വരെയുള്ള സഹനം വലിയ സന്തോഷത്തോടെ, വലിയ ഉത്സാഹത്തോടെ, പരാതി കൂടാതെ ഞാൻ കാഴ്ചവെക്കുന്നു പറയുമ്പോൾ നമ്മള് വിശുദ്ധരാവുകയാണ്, വിശുദ്ധരെ പോലെയാവുകയാണ്. അനേകായിരങ്ങളെ അല്ല, അനേക ലക്ഷങ്ങളെ ദൈവരാജ്യത്തിന് വേണ്ടി നേടിയെടുക്കുവാൻ നമ്മുടെ അനുദിന സഹനവും അനുദിന അധ്വാനവും നമ്മൾ കാഴ്ചവെക്കുകയാണ്. ഇത് ദൈവത്തിന് പ്രീതികരമായ ഒരു ബലിയർപ്പണമാണെന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12:1 നാം പറയുന്നു. എന്താണ് പറയുക? ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ, നിങ്ങളുടെ ബലഹീനതകളെ, നിങ്ങളുടെ സഹനങ്ങളെ ഒരു സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവിൻ. ഇത് ദൈവത്തിന് സ്വീകാര്യമായ ബലിയർപ്പണമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവവചനം കേൾക്കുന്ന നമ്മളോട് ദൈവം പറയുകയാണ്, വചനം കേട്ട് വിശുദ്ധീകരണം പ്രാപിക്കണം, പരിശുദ്ധാത്മാവോട് നിറയണം, ആന്തരിക സൗഖ്യം പ്രാപിക്കണം. അതേ സമയത്ത് നമ്മളെക്കാൾ കൂടുതൽ കഷ്ടതയിലൂടെയും ദുരിതത്തിലൂടെയും കടന്നു പോകുന്നവർക്ക് വേണ്ടി അവർക്ക് വചനം അയച്ചു കൊടുക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 108:20 നാം വായിക്കുന്നു, അവൻ വചനം അയച്ചവരെ സുഖപ്പെടുത്തി. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ വിളിച്ചപേക്ഷ നടത്തുമ്പോൾ അനേകായിരം രോഗികൾക്കും ദുഃഖിതർക്കും അവിടുന്ന് വചനം അയച്ചു കൊടുക്കും. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, കോടാനുകോടി മാലാഖമാരെ അയച്ച് ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ കേൾക്കുന്ന ഈ വചനം ദൂരദേശങ്ങളിൽ എത്തിച്ചു കൊടുക്കണമേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. ദൈവവചനം കേൾക്കുന്ന നമ്മൾ വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ്. ദൈവവചനം കേൾക്കുന്ന നമ്മൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ വിളിക്കപ്പെട്ടവരാണ്. ദൈവവചനം കേൾക്കുന്ന നമ്മൾ ശുശ്രൂഷകരാകാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ സഹനങ്ങൾ നമ്മൾ കാഴ്ചവെക്കുമ്പോൾ, യേശുവിന്റെ സഹനത്തോട് ചേർത്ത് കാഴ്ചവെക്കുമ്പോൾ നമ്മള് വലിയ വലിയ ദൈവത്തിന് ഇഷ്ടപ്പെട്ട പ്രേക്ഷിതരാകും. നമ്മുടെ ജീവിതം ധന്യമാകും. നമ്മൾ മരണശേഷം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ പ്രേക്ഷിത വേല വഴി, നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന വഴി, നമ്മൾ സഹനം കാഴ്ചവെച്ചുള്ള പ്രാർത്ഥന വഴി, നമ്മൾ വചനം പങ്കുവെച്ചുള്ള ശുശ്രൂഷ വഴി രക്ഷപ്പെട്ട, നിത്യനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട അനേകം പേര് സ്വർഗത്തിൽ നമ്മളെ സ്വീകരിക്കാനായിട്ടുണ്ടാവും. ഇത് നമുക്ക് അത്യന്തം ആനന്ദകരമായ ഒരു കാര്യമായിരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും കൈകളൊന്ന് ഉയർത്തി കണ്ണുകൾ അടച്ച് ഈ പ്രാർത്ഥന ഏറ്റിയെല്ലാം. ദൈവമായ കർത്താവേ, അങ്ങയുടെ അനന്ത ശക്തിയുള്ള, അനന്ത സ്നേഹമുള്ള, അനന്ത ജീവൻ പ്രവഹിക്കുന്ന അങ്ങയുടെ വചനം കേൾക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. വചനം കേൾക്കുന്ന ഞങ്ങളെ വിശുദ്ധരാക്കണമേ, രൂപാന്തരപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. ഞങ്ങളിലെ സ്വാർത്ഥവും നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റണമേ. പരിശുദ്ധാത്മാവിൽ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ഞങ്ങൾ ധരിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന വഴി അനേകർക്ക് പാപമോചനവും പരിശുദ്ധാത്മദാനവും പരിശുദ്ധാത്മ നിറവും രോഗശാന്തിയും ആന്തരിക സൗഖ്യവും ലഭിക്കുവാൻ ഇടയാകട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, കർത്താവ് പൗരോഹിത്യത്തിന് നൽകിയ അധികാരത്തില് നിങ്ങളെല്ലാവരെയും ആശീർവദിക്കുകയാണ്. ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയും സകല വിശുദ്ധരുടെയും കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവായ യേശുവിന്റെ ആണിപ്പഴുതുള്ള കരങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മേൽ വെക്കപ്പെടുന്നതായിട്ട് കണ്ട്
ഒരിക്കൽ കൂടെ യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടിയ പരിശുദ്ധാത്മാവിന്റെ അനുഭവം, ആന്തരിക സൗഖ്യം, ശാരീരിക സൗഖ്യം, സാമ്പത്തിക മേഖലയിൽ കിട്ടുന്ന അനുഗ്രഹം, മറ്റുള്ളവരെയും അറിയിച്ച് യേശുവിന്റെ സാക്ഷികളാവുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ചിലരുടെ ശാരീരിക വേദനകള്, തലവേദനയൊക്കെ വിട്ടുപോയിട്ടുണ്ട്, അത് തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരോട് പറയുക. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.